കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാവ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിയതും അതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന ഒരു സംഭവം കൂടിയാണ് എന്ന് നമുക്ക് പറയാം. വിട പറയും മുൻപേ 4 പേർക്ക് പുതുജീവൻ പകർന്നത് 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമാണ്. ആലിനും മാതാവിൻ്റെ രക്ഷിതാക്കളും സഞ്ചരിച്ചിരുന്ന കാറിൽ എതിർദിശയിൽ നിന്നെത്തിയ വാഹനം ഇടിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 5 ഉച്ചയ്ക്ക് 2:30 MC റോഡിൽ പള്ളം ബോർമ കവല ജംഗ്ഷന് സമീപം അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലുമുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഫെബ്രുവരി 6 രാത്രിയോടെയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഡോക്ടർമാരുടെ തീവ്ര പരിശ്രമങ്ങൾക്കും ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആയില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. കുട്ടിയുടെ പിതാവിൻ്റെ സമ്മതപ്രകാരം സർക്കാർ സംവിധാനമായ കേസോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിച്ചത്. ആലിൻ ദാനം ചെയ്ത ഹൃദയം വാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലും, കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും, കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് എത്തിക്കുന്നത്. കൂടാതെ കുട്ടിയുടെ കണ്ണുകൾ നേത്രബാങ്കിന് കൈമാറും. കടുത്ത വേദനയിലും കുഞ്ഞിൻ്റെ അവയവദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനം ഒരു വലിയ മാതൃകയാണ്. തൻ്റെ മകനെ നഷ്ടപ്പെട്ടു, അതും വിടരും മുമ്പ് കൊഴിഞ്ഞുപോയി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രായത്തിൽ 10 മാസത്തിൽ തന്നെ നൊന്ത് പ്രസവിച്ച മകൻ്റെ മരണം താങ്ങാനാവാതെ നിൽക്കുന്ന ആ അച്ഛനും അമ്മയും അവസാനമെടുത്ത തീരുമാനം വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചു. ഈ ഒരു അവസ്ഥയിൽ അവയവം ദാനം ചെയ്യാൻ കാണിച്ച മനസ്സ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് പറയാൻ കാണിച്ച മനസ്സ്, അതുതന്നെയാണ് എല്ലാത്തിനും ആധാരം. അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നന്മയുടെ പ്രതീകം. തൻ്റെ മകൻ ഇങ്ങനെ മരിച്ചു, അത് ആരുടെ തെറ്റോ ആകട്ടെ, എന്നാൽ അവൻ കാരണം കുറച്ചു പേർക്കെങ്കിലും ജീവിക്കാനുള്ളൊരു പുതു വേദന നൽകുമെന്നും അതുപോലൊരു പുതിയ തെളിച്ചം നൽകുമെന്നും ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. ഇതാണ് ആ മാതാപിതാക്കൾക്ക് പറയാനുള്ളത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് കിട്ടുകയും പറയുകയും ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒരു വാർത്തയായി തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ മുഖമാണ് എല്ലായിടത്തും ഉള്ളത്. നൊന്ത് പ്രസവിച്ച ഒരു മാതാപിതാക്കൾക്കും ഒരു മാതാവിനും ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഇത് താങ്ങാനാകില്ല. വലിയ മക്കളാണെങ്കിൽ പോലും ചെറിയ മക്കളാണെങ്കിൽ പോലും നമ്മുടെ മക്കളുടെ മരണം വളരെയധികം വേദന പുലർത്തുന്ന ഒന്നാണ്. അതിൽ തന്നെ അവയവദാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നതും വളരെയധികം നല്ല കാര്യമാണെങ്കിലും അവരുടെ മാനസികാവസ്ഥയാണ് ഈ സമയം എല്ലാവരും പ്രണാമം പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.